നമ്മുടെ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ തെക്കൻ കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് അറിയാം. അപ്പോൾ തെക്കൻ കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് തുടങ്ങാം. എന്താണ് ആലപ്പുഴയുടെയൊക്കെ അവസ്ഥ? ആലപ്പുഴ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു LDF സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആലപ്പുഴ. അപ്പോൾ ഇനി ഈ തുടർഭരണം ആലപ്പുഴയിൽ ഉണ്ടാവുമോ അല്ല അതും ആസ് യൂഷ്വൽ അത് മാറാൻ സാധ്യതയുണ്ടോ? ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം G. സുധാകരന്റെ കൂറുമാറ്റാണ്. അദ്ദേഹം വളരെ സീനിയറായ ഒരു LDF നേതാവാണ്. പഴയ കാല കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ കുറേ കൂടെയൊക്കെ ലളിതമായി ജീവിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്ട്രോങ് ആണ് ഇപ്പോഴും. ഇനിയും ഒരു മത്സരത്തിന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ്റെ പരിഷ്കാരങ്ങൾ, പാർട്ടി പരിഷ്കാരങ്ങൾ എങ്ങനെയായിരുന്നു വിചാരിച്ചാൽ അദ്ദേഹത്തിനോളം സീനിയറായുള്ള ആളുകളെ മുഴുവൻ വെട്ടിനിരത്തിയുള്ളൊരു പ്രവർത്തനമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിന് മന്ത്രിസഭയിലും അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിക്കാൻ അവസരം കൊടുത്തത് ശൈല ടീച്ചർക്ക് ഒഴിച്ച് ആർക്കും കൊടുത്തില്ല എന്നുള്ളതായിരുന്നു സത്യം. അങ്ങനെയാണ് ഒരു പുതിയ ടീമിനെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. പിന്നെയും അദ്ദേഹം 5 കൊല്ലം അതിൽ ഇരുന്ന് നോക്കി. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയും ഒരു സാധ്യത ഇല്ല, ഈ പാർട്ടിയിലില്ല. പിണറായി വിജയനുള്ളിടത്തോളം കാലം ഇങ്ങനെ അദ്ദേഹത്തിനോളം സീനിയോറിറ്റി ഉള്ള ആളുകളെ ആരും ഇതിൽ വെക്കില്ല എന്നാണ് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല. പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് വേറെ പാർട്ടിയിലേക്ക് പോയി എന്നുള്ള ഒരു പേര് കിട്ടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ ഒരു സാധാരണ പൗരനായി മാറി. ആദ്യം വളരെ പ്ലാൻഡാണ്. എന്നിട്ട് അദ്ദേഹം ഇലക്ഷൻ വന്നപ്പോൾ വിസ്മയമായി മാറി. വിസ്മയം എന്ന് പറഞ്ഞാൽ അറിയാലോ, പാർട്ടി മാറുന്ന ആളുകളെയാണ്. അങ്ങനെ വിസ്മയമായിട്ട് UDF പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്രനായിട്ട് അദ്ദേഹം അമ്പലപ്പുഴയിൽ മത്സരിക്കുക. അതായിരുന്നു ആലപ്പുഴയിൽ പ്രധാന ഇലക്ഷൻ കാലത്തുള്ള വാർത്ത. വിസ്മയങ്ങൾ ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതല്ല. ആക്ച്വലി വിസ്മയങ്ങൾ 6 or 7 ഉള്ളൂ. പക്ഷെ സീറ്റ് 140 ഉണ്ടല്ലോ. ഈ വിസ്മയങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട്, ഈ വിസ്മയങ്ങളെ പുറത്തേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട്, ഇതാണ് ഇവിടുത്തെ ട്രെൻഡ് എന്ന് കേരളം മുഴുവൻ പറഞ്ഞു വലിപ്പിക്കുക എന്നുള്ളതായിരുന്നു UDF ചെയ്ത് തന്ത്രം. അല്ലാണ്ട് ഇവര് ജയിക്കണമെന്നൊന്നുമില്ല, ഇവരെ പേരിൽ മറ്റുള്ളവരെ ഇളകണം. ഇതാണ് UDF ഇവിടെ പയറ്റിയ, പ്രത്യേകിച്ച് VD സതീശൻ പയറ്റിയ തന്ത്രം. അതിന് നല്ല ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അലയൊലികൾ ഇപ്രാവശ്യം ആലപ്പുഴ മണ്ഡലത്തിലുണ്ട്. ഒരു വശത്ത് പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ്, അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ സ്വഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ മോശം ലാംഗ്വേജുകൾ, ഇതെല്ലാം ഇവിടുത്തെ പാർട്ടി അടിമകളല്ലാത്ത ജനങ്ങളെ, അവരാണല്ലോ ഭൂരിപക്ഷം, അവരെ ഗവൺമെൻറ്റിനെതിരെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകും. അതോടൊപ്പം ആ പാർട്ടിക്കുള്ളിലെ ഒരു സീനിയറായുള്ള ഒരു നേതാവ് കടന്നു വരുന്നു. എവിടേക്ക് വരുന്നു? UDF പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നു. ഇതുണ്ടാക്കുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ. ഇത് അമ്പലപ്പുഴ എന്ന സ്ട്രോങ് LDF മണ്ഡലത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവിടെയാണ് ഇപ്പോൾ സുധാകരൻ മത്സരിക്കുന്നത്. ആ സീറ്റിൽ നിന്ന് UDF ആണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ അരൂര് ഷാനിമ ഉസ്മാൻ മത്സരിക്കുന്നുണ്ട്. അവരവിടെ അപരിചിതയല്ല. പക്ഷെ കഴിഞ്ഞ തവണ അവിടെ ദലീമ ആണ് ജയിച്ചത്. ആ സീറ്റ് അവർ പിടിച്ചെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ സീറ്റ് PP ചിത്തരഞ്ജൻ്റെ കയ്യിൽ നിന്ന് അവർ പിടിച്ചെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കുട്ടനാട് LDFിൽ നിന്നും, LDFിൻ്റെ സഖ്യകക്ഷിയിൽ നിന്നും അവർ പിടിച്ചെടുക്കും. ഹരിപ്പാട് പിന്നെ ഓൾറെഡി രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം തന്നെയാണ് ജയിക്കുകയുള്ളൂ. അതുപോലെ മറ്റൊരു ജയമുണ്ടാവാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതിഭയെ അട്ടിമറിച്ചുകൊണ്ട് M. ലിജു എന്ന കോൺഗ്രസിലെ ഒരു വാഗ്മിയുടെ ഒരു വിജയം. ഇങ്ങനെ ഒരു 6 സീറ്റിന്റെ വിജയം UDFിന് ഉണ്ടാവും. അങ്ങനെ അതൊരു വലിയ സംഭവം തന്നെയാണ്. എന്നുവെച്ചാൽ 9 സീറ്റിൽ 6 സീറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ LDF സ്വഭാവം തന്നെ, ആ മണ്ഡലത്തിന്റെ LDF സ്വഭാവം തന്നെ മാറുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആവുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അന്ന് സ്ഥാനാർത്ഥികളൊന്നും മോശമൊന്നുമല്ല. അപ്പൊ ദിലീപയുടെ പ്രത്യേകത വെച്ചാൽ ദിലീപ് നല്ല പാട്ടുകാരിയാണ്, നന്നായിട്ട് മാത്രമല്ല അവർക്കൊരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയാണ്. പിന്നെ PP ചിത്തരഞ്ജൻ, അദ്ദേഹത്തും നല്ല പേരുള്ള അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ആൾ തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയാണ് LDFിനെ അട്ടിമറിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ പറഞ്ഞ മറ്റുള്ള ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞൊരു പ്രതീക്ഷയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 6 സീറ്റ് കൂടി UDFിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്ന് തോന്നുന്നു. അതെ, ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, പണ്ടൊരു ചൊല്ലുണ്ട്, അല്പന് ഭരണം കിട്ടിയാൽ എന്നുള്ളൊരവസ്ഥ. ഇതിപ്പോൾ ഏകദേശം അത്രത്തോളം ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ഒരു പാർട്ടി ഒരു വ്യക്തിയുടെ ബിഹേവിയർ കാരണം ഇത്രത്തോളം ഒരു അധപതനാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ദയാനകമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൂടുതലും UDFൻ്റെ ഈ ഒരാളുടെ ഒരു ബിഹേവിയർ കാരണം ഇതെല്ലാം മെച്ചമുണ്ടായിട്ടുള്ളത് UDFനാണ്. വെച്ചാൽ ഈ നമ്മളീ പറയുന്ന വലിയ ഭരണവിരുദ്ധ വികാരത്തെ നിർണയിക്കുന്നത് പിണറായി വിജയനാണ് എങ്കിൽ ഈ സീറ്റുകളൊന്നും കണ്ടാൽ പോരാ. സാധാരണ ഒരു ഭരണകർത്താവ് ഭരിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആര് എന്ത് തേരും പാലും ഒഴിക്കാലും ആളുകൾക്ക് ബോറടിക്കും. ആ സാധനമാണെങ്കിൽ ഇവിടെ LDF തോൽക്കുക വെറും 75 സീറ്റിനൊക്കെ ആയിരിക്കാം, 5 സീറ്റിന്റെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കാം തോൽക്കുക. പക്ഷെ അതിൽ മേലെ തോൽക്കുകയാണെങ്കിൽ 80-90 തോൽക്കുകയാണെങ്കിൽ അതിൽ ഭയങ്കര കോൺട്രിബ്യൂഷനുള്ള ആള് ശ്രീ പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിവാദ ജില്ലയായിട്ടുള്ള പത്തനംതിട്ടയാണ്. അപ്പോൾ പത്തനംതിട്ട എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സ്വർണം കെട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ട്രെൻഡിങ് സോങ് ആണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ള, പത്തനംതിട്ടയിലെ സ്വർണ്ണക്കൊള്ളയും അതേപോലെ മന്ത്രി വീണാർ ജോർജിന്റെ ഓസ്കാർ അവാർഡ് അതെല്ലാം ഒത്തുചേർന്ന ജില്ലയാണ്. ഇത് രണ്ടും കൂടിയിട്ട് പത്തനംതിട്ട ജില്ലയുടെ രാഷ്ട്രീയ മുഖച്ഛായ എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്? രാഷ്ട്രീയം വെച്ച് പത്തനംതിട്ട മാത്രമല്ലല്ലോ, സ്വർണ്ണക്കൊള്ള കേരളം മൊത്തം മാറ്റിയ ഒരു കാര്യമാണ് സ്വർണ്ണക്കൊള്ള. സാധാരണ ദൈവത്തിന്റെ മുതല് നാട്ടുകാരടിച്ചു മാറ്റുന്ന കാര്യങ്ങൾ നമുക്കറിയാം. കാരണം ദൈവത്തിന് സ്വർണത്തിന്റെ ആവശ്യമില്ല, മുതലിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ അടിച്ചു മാറ്റുന്നതിനുള്ള ഒരു സംഭവം. പക്ഷെ ഇത് ഒരിക്കലും ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമില്ല. കാരണം ദേവസ്വം ബോർഡ് അവിടുത്തെ ദേവനെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള ഒരു സാധനമാണല്ലോ. ദേവൻ ഒരിക്കലും ഒരാളെയും സംരക്ഷിക്കാൻ പോകില്ല, ദേവനെ നമ്മളാണ് സംരക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യരെ അങ്ങനെ ദേവനെ സംരക്ഷിക്കും എന്നൊരു സ്ഥാപനമാണെന്ന് കരുതിയ ഒരു സ്ഥാപനം അതിൽ തന്നെ കയറി കുത്തിരുന്നിട്ട് കുറെ ആളുകൾ അത് എന്താ പറയാ, സ്വർണ്ണപ്പാളികളൊക്കെ അടിച്ചു മാറ്റി, സ്വർണം കട്ടു അതൊക്കെ പറയുമ്പോ അത് നുണയായുള്ള കാര്യമല്ലല്ലോ. ആളുകളെ സത്യമാണ്, ഇതിൽ ആരൊക്കെ ചെയ്തു എന്ന് മാത്രമേ ഇനി പ്രശ്നമുള്ളൂ. പക്ഷെ സംഭവം മിസ്സായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതിന് ബദൽ ഭാഷ്യങ്ങള് ചമയ്ക്കാൻ പോയി LDF, സോണിയാഗാന്ധിയാണ് സ്വർണം കട്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള പല പല തമാശകളും നമ്മളെ ഒരു കാര്യം പറയുമ്പോ ഈ ഒരു ആളുകൾക്ക് വിശ്വസിക്കുന്ന ആളുകളെ പറയണം. ഇപ്പൊ കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ കുറച്ച് അഴിമതിക്കാരായുള്ള ആളുകളെ വെച്ചിട്ട് പറഞ്ഞാൽ ജനങ്ങൾ കുറച്ചുകൂടി വിശ്വസിക്കും. ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്കൊക്കെ ചെന്നാലുള്ള കഥ എന്താണ് അത് പറഞ്ഞാൽ അത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം ജനങ്ങൾ. മനസ്സിലായി? ആളുകളെ ഇതൊക്കെ കേട്ട ആളുകൾ വിശ്വസിക്കുമെന്ന് ഇവിടെ ഞാൻ നോക്കുമ്പോൾ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെയാണ് ഈ നിയമസഭയിൽ ഇവർ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിൽ. ഇവർക്കൊരു ബുദ്ധിയില്ലേ? തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കുന്നത്, ഇവര് ഡോക്ടർമാര്, മറ്റുള്ള എഞ്ചിനീയർമാര്, പിന്നെ ശാസ്ത്ര പ്രചാരകരൊക്കെയാണ് ഈ സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞിട്ട് കണക്ട് ചെയ്യുന്നത്. ഞാൻ ഇവർക്കെന്തൊരു ഒരു ബുദ്ധിയിലാണ് ഞാൻ അറിയിക്കുന്നത്. അത് പാർട്ടിയിലെ MM മണി പറയുന്ന കാര്യങ്ങൾ പകർത്താനാണ് ഇവര്. പാർട്ടി എന്താണോ പറയുന്നത് അല്ലെങ്കിൽ നേതാവ് എന്താണോ പറയുന്നത് കണ്ണടച്ച് ചെയ്യുന്ന അടിമകളാണ് ഇവര് വീണ്ടും വീണ്ടും. ഏത് കുടുംബത്താണ് ഇവിടെ വന്നത് ഇവര്? ഈ സോണിയാഗാന്ധി ഏത് കുടുംബത്തേക്കാണ് വന്നിട്ടുള്ളത്? ഇന്ത്യയിൽ വന്നത് ഏത് കുടുംബത്താണ്? അത് ഇന്ത്യ ഭരിച്ചിരുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നതിന് മുമ്പും ഭയങ്കര സമ്പത്തുള്ള കുടുംബമാണ്. അവരുടെ സമ്പത്ത് ഒരുപാട് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടുള്ളതാണ്. നെഹ്റുവിന്റെ കുടുംബം മോട്ടിലാൽ നെഹ്റു ഉള്ള കാലം മുതലേ ഉള്ളതാണ്. അല്ലാതെ വിചാരിക്കുന്ന പോലെ നെഹ്റു ചെത്തുകാരനൊന്നായിരുന്നില്ല. തീർച്ചയായിട്ടും. അല്ല, ഇന്ദിരാഗാന്ധിക്ക് ചെത്തി കിട്ടിയ കള്ള് കൊണ്ടുപോയിട്ട് ചന്തയിൽ കൊണ്ടുവച്ച് കച്ചവടം ചെയ്യലായിരുന്നില്ല പണി. അങ്ങനെയുള്ള ഭാഗത്ത് അവർക്ക് അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ മനസ്സിലാക്കുന്നത് ഇവരുടെ നേതാവ് എങ്ങനെ വളർന്നു വന്നത് അതേപോലത്തെ ഒരു നേതാവായിട്ടാണ് ഇവർ കാണുന്നത്. തീർച്ചയായിട്ടും. അതായത് ഓൾറെഡി ഇപ്പൊ ഈ സോണിയാഗാന്ധിയുടെ ഒക്കെ കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവരൊരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് പല മന്ത്രിമാരുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് ചെകഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇന്ന് എങ്ങനെ അവര് സമ്പന്നരായി? ഇവരെ രാഷ്ട്രീയത്തിൽ വന്നിട്ടാണ് സമ്പന്നരായത് എന്നുള്ളത്. സോണിയാഗാന്ധി ഒരു സാധാരണ കുടുംബത്തിലെ ആളാണെങ്കിൽ സോണിയാഗാന്ധി എത്തിയ കുടുംബം എന്ന് പറയുന്നത് ഇവിടെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് അറിയാം, അവർക്ക് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണത്തിന്റെ ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് ആവശ്യം ഈ പറഞ്ഞ ആളുകൾ തന്നെയാണ്.
ഇപ്പൊ ആളുകൾ ചിന്തിക്കുന്നത് എൻ്റെ നേതാവ് എങ്ങനെയാണ് ഇത്രയധികം കാശുണ്ടായത്, അതേപോലെയാണ് ഇവർക്കൊക്കെ പൈസ ഉണ്ടായത് എന്നാണ് ഇരിക്കുന്നത്. മനസ്സിലായി? ഇതുപോലത്തെ സംഭവങ്ങൾ അടിച്ച് ഇവരെന്ന് വെച്ചാൽ സീറ്റുകൾ കളയാണ് ചെയ്തുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വേറൊരു കക്ഷിയുടെ അറിയാലോ അവിടെ മത്സരിക്കുന്നത്, ഈ അവിടുത്തെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? നമ്മുടെ ആരോഗ്യമന്ത്രിയാണ്, വീണ ജോർജ്. അറിയാമല്ലോ. എന്താണ് അവരെ പറ്റിയിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം? അവരുണ്ടാക്കി ഉടായ്പ ചില്ലറൊന്നുമല്ലല്ലോ. അതും ഈ കാലത്ത് ഇത്രയും CCTV ഉള്ള സമയത്ത് ഈ വക ഉടായ്പൊക്കെ കാണിക്കാൻ ഒരു സാമാന്യ ബോധം വേണ്ടേ? എനിക്ക് തോന്നുന്നത് ഇവര് പാരലൽ വേണ്ട, ഇവര് വേറെ ഒരു പാരലൽ യൂണിവേഴ്സ് ആണ്. ഇവർക്ക് ഇവരിവിടെ ഒന്നും അല്ല. ഇവരുടെ ഉണ്ടാക്കിയ ഒരു ലോകമുണ്ട്, ഇവരുടെ ആളുകളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാം. ഈ വേൾഡിലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് പറയുന്നത്. നമുക്ക് സാധാരണ റിയൽ വേൾഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇവർ പറയണമൊന്നും മനസ്സിലാകും. ഇവരൊക്കെ കാണുമ്പോൾ ഇത് ഏതാ യൂണിവേഴ്സ്? സീരിയസ്ലി ഇവർ കാണിക്കുന്ന പൊട്ടത്തരങ്ങളും ഇവര് കാണിക്കുന്ന ഈ മണ്ടത്തരങ്ങളും അങ്ങനെ തന്നെ പറയണ്ടേ. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഏത് യൂണിവേഴ്സ് എന്ന് തോന്നി. എനിക്ക് ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി ടീമുകളുടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ആ യൂണിവേഴ്സിറ്റിയിലാണ് അവരുടെ ഒരു യൂണിവേഴ്സിറ്റി. അതുപോലെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും ഈ മൗലവിമാരൊക്കെ സംസാരിക്കുന്നത്, അതേപോലത്തെ ഒരു യൂണിവേഴ്സാണ് ഇവരുടെ. നൂറ്റാണ്ടിലെ യൂണിവേഴ്സാ. അതുപോലെ ഇത് ഈ നൂറ്റാണ്ടിലെ യൂണിവേഴ്സാ. ഇവർക്കറിയാം ഇത് എല്ലാവരും ഇത് വീഡിയോ എടുക്കുന്നുണ്ട്, ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഒരാൾ വന്നിട്ട് പറയുന്നത്, ഏത് പാർട്ടിയുടെ സെക്രട്ടറി പറയുന്ന പ്രസ്ഥാനം, കഴുത്ത് പിടിച്ച് ഞെരിച്ച് കഴുത്തോക്കെ പോയിരിക്കുക. വിദ്യാർത്ഥികളെ കൊണ്ടുപോയിട്ട് ഇതിന്റെ പേരിൽ അവരോട് പറയുന്നത്, ഞങ്ങളെ കരിങ്കൊടി കാണിക്കാൻ വന്നു, എന്നെ ആക്രമിച്ചു എന്നല്ല പറയുന്നത്, എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വധശിക്ഷ കേസ് ചാർജ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു നമ്മളൊരു സ്ത്രീയാണത് ചെയ്യുന്നത്, മക്കളെ പ്രായമുള്ള ആളുകളോട് ചെയ്യുന്നത്. നമ്മളതൊരു ആലോചിക്കേണ്ട ഒരു കാര്യം. ആ നിയമങ്ങൾ ഈ ഒരു മന്ത്രിയായിട്ട് പോലും ഇവര് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇവരെങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിന് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത്? ഇവര് സത്യത്തിൽ മത്സരിക്കേണ്ടതെന്ന് തന്നെ ഇവരെ ഭർത്താവ് പറയുന്നത് കേട്ടതാണ്. എന്നിട്ട് ഇവർ വീണ്ടും മത്സരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇവരുടെ ഭരണകാലത്താണ് നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെ ഗ്ലാമർ പോകുന്നത്. ശസ്ത്രക്രിയ ചെയ്താൽ വീട്ടിലൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു കടാരി ഫ്രീ എന്നുള്ള രീതിയിൽ, ഒരു കത്രിക ഫ്രീ എന്നുള്ള രീതിയിലേക്ക് വന്നത് നമ്മുടെ നാട്ടില്. ആ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യ രംഗത്തെ ഏറ്റവും കൂടുതൽ അധപ്പതിച്ചത് ഇവരുടെ ഭരണകാലത്താണ്. ഇവരുടെ കുഴപ്പം കൊണ്ടാന്ന് ഞാൻ പറയില്ല. ശരി. അപ്പൊ അതുപോലെ അവർ അങ്ങനെയാണ് അവരുടെ ഭരണരംഗത്താണെന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ ജീവിത രംഗത്ത് അവരുടെ മോറൽസ് ഇങ്ങനെയാണ്. ഏത് കള്ളക്കേസ് എടുപ്പിക്കുക, കള്ളക്കേസ്. അതും അപ്പുറത്തുള്ളത് ചെറുപ്പക്കാരായ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. ആ ഒരു കാരണം കൊണ്ട് മാത്രം ആ യുവാക്കളുടെ ജീവിതം അങ്ങ് ഇല്ലാണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് തെളിവുകളുടെ ഒരു സാന്നിധ്യത്തിൽ മാത്രം ആ കേസ് ഒന്നും നടന്നില്ല. നടന്നിരുന്നുവെങ്കിൽ ആ പിള്ളേർക്ക് ജീവിതം പോയി എന്നുള്ളതാണ് സത്യം. ഉറപ്പായിട്ടും അവര് ഒരു നോർമൽ ഒരു സാധാരണക്കാരനെ ചെയ്തു എന്നതിലുപരി ഒരു നിലവിലെ മന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടെ പിന്നെ ഭയങ്കര നിയമവ്യവസ്ഥ വേറെ സ്പോട്ടിൽ അവരെ എന്താ ചെയ്ത റിമാൻഡ് ചെയ്തത്. പിന്നെയാണ് കോടതി തെളിവും കാര്യങ്ങളും ഇതൊക്കെ വായി നോക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ അവരെന്നെ അനുഭവപ്പെട്ടു പോയി. യാതൊരു തരത്തിലും കരിങ്കൊടി കാണിക്കുന്നത് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മര്യാദയാണ്, ഒരു പ്രതിഷേധ രീതിയാണത്. അതെല്ലാവരും കാണിക്കാറുണ്ട്. ഇപ്പൊ ഇവര് പ്രതിപക്ഷത്ത് പോയി കഴിഞ്ഞാല് കരിങ്കൊടി കാണാതെ നമുക്ക് ഒരു ദിവസം സഞ്ചരിക്കാൻ കഴിയില്ല ഈ തെരുവിലൂടെ. ഇവരുണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ജില്ലയാണത്. ആ ജില്ലയില് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് 5 സീറ്റും UDFന്റെ ഭാഗത്തേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. UDFനുള്ള പ്രതീക്ഷ, അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ള പ്രതീക്ഷ. ഇതിൽ മാത്യു ടി തോമസ് എന്ന് പറയുന്ന ഒരു കക്ഷി തിരുവല്ലയിലുണ്ട്. അദ്ദേഹം അവിടുത്തെ ഒരു ജനപ്രിയ MLA ആയിരുന്നിട്ട് പോലും ഈ 4ാം തവണയുള്ള അദ്ദേഹത്തിൻ്റെ ഈ മത്സരത്തിൽ അദ്ദേഹം പിന്നാക്കം പോകുന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുള്ള റിപ്പോർട്ട്. അതുപോലെ റാന്നിയിൽ പഴകുളം മധു എന്ന് പറയുന്ന ഒരു MLA ആയിട്ട് മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ. അദ്ദേഹം കോൺഗ്രസിലെ സാംസ്കാരിക ഒരു സംഘടനയുണ്ട്, സാംസ്കാരിക സാഹിതി, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. കലാകാരന്മാരെയും കലാകാരികളെയും ചിത്രകാരന്മാരെയും പിന്നെ പോലെ സിനിമ ലോകത്തോടൊക്കെ ഭയങ്കര ആദരവുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയാം.
ഡീസൻ്റ് ആയുള്ള അദ്ദേഹം വിജയിച്ചു വരുന്നതന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ആറന്മുളയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ആറന്മുള ഒരു നിലയ്ക്കും വീണ ജോർജ് ജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഈ വീണ ജോർജിന്റെ അവസാനത്തെ, അതായത് അവരുടെ പെട്ടി അവസാനത്തെ ആണി അടിച്ചത് അബിൻ വർക്കിയാണ് അവിടുത്തെ മത്സരിക്കുന്ന. ഇവര് തമ്മിൽ ഒരുമിച്ച് ഒരു സംവാദം നടത്തി ഇലക്ഷന് മുമ്പ്. അതില് വീണ ജോർജിനെ അടിച്ച് പരത്തിയ കളഞ്ഞു. അപ്പൊ അതൊരു അവസാനത്തെ എന്താ പറയാ, അവസാനത്തെ അടി എന്ന് പറയില്ലേ, അതായത് വീണ ജോർജിന്റെ അധപതനം. അതുപോലെ കോന്നിയില് സതീഷ് കൊച്ചുപറമ്പിലാണ് INC മത്സരിക്കുന്നവർ ജയിക്കുന്നു പറയുന്നു. അടൂര് ശാന്തകുമാർ ജയിക്കുന്നു പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു നമ്മളിവിടുത്തെ ഒരു ചിത്രം നോക്കുമ്പോൾ 5 സീറ്റുകളിലും ഈ LDF പരാജയപ്പെടാനാണ് സാധ്യത. അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. നമ്മുടെ ഗതാഗത മന്ത്രി മിസ്റ്റർ KB ഗണേഷ് കുമാറിൻ്റെ നാട്. അതുമാത്രമല്ല, ഇതിലൊരു വേറൊരു എക്സാമ്പിൾ കൂടി പറയാനുണ്ട്. LDFന്റെ രാഹുൽ മാങ്കൂട്ടമായ മുകേഷ് നടനായ മന്ത്രിയായിരുന്ന മുകേഷ് ഏട്ടൻ്റെയും കൂടെ ഒരു നാടാണ് കൊല്ലം ജില്ല. അപ്പോൾ ഈ കൊല്ലം ജില്ലയുടെ എന്താണ് രാഷ്ട്രീയ ഫലം? അല്ല, തീർച്ചയായിട്ടും നമുക്ക് കൊല്ലത്തെ പറയുന്നത് ഒരു LDF കേന്ദ്രം എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ LDF തൂത്തുവരിക ഒരു സ്ഥലമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഗണേഷ് കുമാർ ഒരുപാട് നെഗറ്റീവ്സ് ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് LDF അതുമ്പോൾ ഈ ഇലക്ഷൻ സമയമായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ ഭാര്യയുടെ പരാതി ഉണ്ടാവുകയും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ ജനം മുഴുവൻ അറിയേണ്ടായിട്ടുണ്ട് വിഷയം. അതുപോലെ രാഹുൽ മാങ്കുട്ടത്തെ പരിപൂർണമായിട്ട് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പേര് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF മൊത്തം താറടിക്കാൻ CPM LDF കഴിയാത്തതിൻ്റെ കാരണം മുകേഷാണ്. തീർച്ചയായിട്ടും അതാണ് ശരിക്കും അവരുടെ ഒരു സേഫ്റ്റി പോയിന്റായിട്ട് ഇയാൾ മാറുകയാണ് ചെയ്തത്. കാരണം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അത് സതീശന്റെ ആ ചോദ്യം വളരെ ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തത്. അതായത് ഞങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ആളാദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നെ ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഈ മുകേഷ് എന്ന് പറയുന്ന ആള് ശരിക്കും LDFിലാണ് നിന്നിരുന്നെങ്കിലും UDF വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതെ, പുള്ളിക്കാരന്റെ ആ ഒരു പ്രവർത്തന ഫലം പോയത് അങ്ങോട്ടാണ് പോയത്. ഇവിടെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് ഓൾറെഡി CR മകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനകീയനായ UDFകാരൻ്റെ മണ്ഡലമാണ്. അയാൾ അവിടെയാണ് മത്സരിക്കുന്നത് ഇപ്പോഴും. അദ്ദേഹം അവിടെ ജയിച്ചു ആർക്കും തർക്കമില്ല, LDFനും തർക്കമില്ലാത്ത ഒരു മണ്ഡലമാണ്. എന്നാൽ ചവറ എന്ന് പറയുന്ന ഒരു സീറ്റുണ്ട്. അവിടെ UDF ആ സീറ്റ് പ്രാവശ്യം പിടിച്ചെടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഷിബു ബേബി ജോണാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം അവിടെ പിടിച്ചെടുക്കുകയാണ്. കുന്നത്തൂര് എന്ന് പറയുന്ന ഇത് ഒരു LDF മണ്ഡലമാണ്. അത് വലിയ പ്രതീക്ഷയൊന്നും UDFന് ആവശ്യമില്ല. പക്ഷെ കൊട്ടാരക്കര പണ്ട് ഈ ഗണേശന്റെ അച്ഛൻ്റെ സ്ഥിരം മണ്ഡലമായിരുന്നു. പക്ഷെ അവിടെ ഐഷ പൊറ്റി എന്ന് പറയുന്ന ഒരു സ്ത്രീ LDFന് വേണ്ടി 2 തവണ മണ്ഡലം പിടിച്ചെടുക്കണ്ടായി. പക്ഷെ ആ ഐഷ പൊറ്റി ഇപ്പോൾ UDF കാൻഡിഡേറ്റ് മത്സരിക്കുക. അവിടെ KN ബാലഗോപാൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം നമുക്കറിയാലോ, മന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഈ ഐഷ പൊറ്റി മത്സരിക്കുന്നത്. ഈ ഐഷ പൊറ്റി അവിടെ ജയിക്കുകയും KN ബാലഗോപാൽ എന്ന മന്ത്രി മത്സരത്തിൽ കടപുഴകി വീഴും എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പത്തനാപുരത്ത് ഗണേശിന്റെ കാര്യം അറിയാലോ. ഗണേശിനെ കഴിഞ്ഞ പ്രാവശ്യം ജഗദീഷായിരുന്നു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പകരം ഇപ്രാവശ്യം ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ ഒരു വാഗ്മി തന്നെയാണ്. നല്ല ഒരു കക്ഷിയുടെ ആൾ 5 വർഷമായിട്ട് അവിടെ തമ്പടിച്ച് പ്രവർത്തനമാണ്. തറ പറ്റിച്ച് ഇരിക്കും എന്നുള്ള രീതിയിൽ. ആ നേരത്താണ് ഈ ഗണേഷ് കുമാറിനെ പറ്റിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുള്ളത്. KSRTC മന്ത്രി അറിയാലോ. അതായത് ഇതിപ്പോ എനിക്കൊരു സംശയം എന്താ വെച്ചാൽ, ഇപ്പൊ KSRTC എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഈ കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ എല്ലാവർക്കും KSRTCയിൽ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് KSRTC വൻ നഷ്ടത്തിലാണ് പോകുന്നത്. KSRTC ഇങ്ങനെ നഷ്ടത്തിൽ, KSRTCയുടെ ഡ്രൈവേഴ്സിന് തന്നെ സാലറി കൊടുക്കാൻ KSRTC
കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇവരെങ്ങനെയാണ് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു യാത്ര കൊടുക്കുന്നത്? മാത്രമല്ല കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവിടെ നമുക്ക് കർണാടകയിൽ അങ്ങോട്ട് അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവിടുത്തെ ഒരു ആധാർ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് യാത്ര ഫ്രീ ആണ്. അപ്പോ അവിടെ നടപ്പാക്കിയതാണ്. അതെ, അത് നടപ്പാക്കിയതാണ്. അത് കാലങ്ങളായിട്ട് നടപ്പാക്കും. ഇതൊന്നാമത് ദരിദ്ര രാജ്യമാണ്. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഇത്രയും കടത്തിൽ KSRTC പോകുന്നു, KSRTCക്ക് വരുമാനം ഉണ്ടായിട്ട് പോലും ഇതിനൊന്നും നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവര് ഫ്രീ ആയിട്ടുള്ള ഒരു യാത്ര സ്പോൺസർ ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ഇതെന്താണ് ഇതിന്റെ പുറകിൽ? ഇതൊക്കെ വല്ലതും നടപ്പാക്കുന്ന കാര്യമാണോ? ഞാൻ വിചാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയുള്ളൊരു കാര്യം പറയാം. എങ്ങനെ നടത്തും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഇപ്പം എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നടക്കുന്നത് നഷ്ടമാണ്, നമുക്കറിയാം. പക്ഷെ ആ നഷ്ടത്തിന് ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അതായത് നിങ്ങൾ അതിൽ പൈസ കൊടുത്താണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്, മാന്യമായ തുക കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സിനേക്കാളും കൂടുതൽ പൈസ പല KSRTC ബസ്സുകൾക്ക് കൊടുക്കേണ്ടി വരും. കാരണം അതിൻ്റെ പേര് വിലതൊക്കെ ആയിരിക്കും. പാസഞ്ചർ എന്നുള്ളത് മാറി ഫാസ്റ്റ് പാസഞ്ചർ, പിന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ്, ഇതിനൊക്കെ വേറെ ഫീസുകളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായി പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷേ സ്ഥാപനം വരേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും കൊടുത്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വരുന്നുണ്ട്. അതിന് ജസ്റ്റിഫിക്കേഷൻ ഇല്ല. പക്ഷെ നിങ്ങൾ നമ്മുടെ കേരള ജനസംഖ്യയിൽ പകുതിയിലും കൂടുതൽ വരുന്ന സ്ത്രീകൾക്ക് ഫ്രീ ആക്കി അതിനെ സൗജന്യമാക്കി മാറ്റുന്നു. എന്നിട്ട് നിങ്ങൾക്ക് കടം വരുന്നു. അപ്പം നിങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻ മനസ്സിലായ ഒരു സൗജന്യമാണ് എന്നുള്ളത്. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സൗജന്യമാവണം? ആരാണ് സഞ്ചരിക്കുന്നത്? നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളാണ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് കൂടുതൽ പോകേണ്ട ആളുകൾ, കൂടുതൽ ദൂരെ യാത്ര ചെയ്യേണ്ടവരാണ് സഞ്ചരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ടൂ വീലറിലാണ് പോകുന്നത്. അത്യാവശ്യം കഴിവുള്ളവർ. KSRTC ഇതിൽ ലിമിറ്റഡ് സ്റ്റോപ്പും കൂടെയാണ്. എല്ലാ സ്റ്റോപ്പിലും നിന്ന് പോകുന്ന അതുണ്ട്, അങ്ങനത്തെ വണ്ടികളും ഉണ്ട്. കാരണം നമ്മൾ തെക്കോട്ട് പോകുന്തോറും ഒരുപാട് പേര് ആശ്രയിക്കുന്നത് ഇതിനെയാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സ്ത്രീകൾ, ബംഗാളിൽ നിന്ന് വന്ന ആളുകൾ, ബീഹാറിൽ നിന്ന് വന്ന ആളുകൾ, ആസാമിൽ നിന്ന് വന്ന ആളുകൾ, കൂലിപ്പണിക്ക് പോകുന്ന ആളുകളൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സഞ്ചാരമുള്ള ആൾക്കാർ. ഈ ആളുകൾക്ക് അതിൽ സ്ത്രീകൾ അധികം പീഡിക തൊഴിലാളികളാണ്. പല ഫാബ്രിക്സിൽ പോയി നിൽക്കുന്നവർ, സ്വർണ്ണക്കടയിൽ പോയി നിൽക്കുന്നത്, ചെറിയ ചെറിയ കടകളിൽ പോയി നിൽക്കുന്നത്, അവരുടെയൊക്കെ ശമ്പളം എന്ന് പറയുന്നത് വളരെ കുറവാണ്. 10,000 രൂപ, ഒരാൾ 15,000 രൂപയൊക്കെയാണ് അവർക്ക് ചിലർക്ക് കിട്ടുന്നത്, ചിലർക്ക് 12,000 കിട്ടുന്നത്. ചോദിച്ചപ്പോൾ ഒരു സഖാവ് ചോദിക്കുന്നത്, ബംഗാളിക്ക് പോലും ഇവിടെ 1000 രൂപ കിട്ടുന്നുണ്ട്, നിങ്ങൾ നുണ പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്രമാത്രം ഈ നാട്ടിലെ ആളുകളെ പറ്റി അറിയാന്നുള്ളത് അപ്പം മനസ്സിലായില്ലേ? ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ അവരുടെ ആകെ കിട്ടുന്ന 12,000 രൂപയിൽ അവർക്ക് 4,000 രൂപ 3,000 രൂപയോളം ബസ്സിനാ പോകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ സ്ത്രീകൾക്ക് എത്ര ഗുണം ചെയ്യും ഈ തീരുമാനങ്ങൾ. അപ്പൊ നിങ്ങൾ പറയും, എന്നിട്ട് നിങ്ങളോട് പറയണത് KSRTC ഇതുപോലെ എത്ര രൂപ നഷ്ടം വന്നു, മൊത്തം നഷ്ടത്തിലുണ്ട്. നമ്മളത് ഇത് കേരളത്തിൽ പൊതുഖജനാവിൽ നിന്ന് അത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പെട്രോളിന്റെ സെസ് ഞങ്ങൾ 10 പൈസ കൂട്ടുന്നു, 20 പൈസ ഞങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി നിങ്ങൾ സന്തോഷത്തോടു കൂടി അത് ചെയ്യും, ചെയ്തിരിക്കും. ആണ് പറഞ്ഞ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ളത്. അതിന് ഇപ്പൊ വെറുതെ നിങ്ങൾ ആറ്റിലൊഴുക്കി കളയുന്നു. നിങ്ങൾ നിങ്ങളുടെ പൈസ മുഴുവൻ കൊടുത്തതിന് ശേഷം, പെണ്ണും ആണോ ഒരേപോലെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നിങ്ങളോട് നഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾ സഹിക്കുന്നു. നാളെ ഇതിലത്തെ ഒരു വലിയ വിഭാഗം സ്ത്രീകൾ ഫ്രീ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടത് നഷ്ടം എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഏത് നഷ്ടം? ഫ്രീ ആയിട്ട് പോകുന്നത് നഷ്ടമാകും തന്നെയാണ്. വേറെ എന്തിനാണ് നമ്മൾ സംസാരിക്കേണ്ട കാര്യം എന്താണ്? അതെ, അതായത് ഇത്രയും നഷ്ടം ഇവിടെ ഉണ്ടെങ്കിലും ഈ കേരള സർക്കാരിന്റെ മെയിൻ വരുമാന സ്രോതസ് അപ്പുറത്ത് ലോട്ടറി കച്ചവടം വേറെ ഉണ്ടല്ലോ. ലോട്ടറി 25 കോടിക്ക് ഒരു ടിക്കറ്റിന് ഒരാൾ ടിക്കറ്റ് എടുത്തു. ആകെ ടിക്കറ്റിന്റെ അമൗണ്ട് 25 കോടിയാണ്. പക്ഷെ ഇവർ എത്ര രൂപയ്ക്കുള്ള ടിക്കറ്റുകളാണ് ഇറക്കുന്നത്? അത് കേരളത്തിൽ മൊത്തം സെയിലാവുന്നുണ്ട്. സെയിലാവുന്നവരെ ഇവർ നറുക്കെടുക്കില്ല. അപ്പോൾ ഈ ഇത്രയും വലിയ ഹ്യൂജ്, ഇപ്പോൾ ഒരു 25 കോടിക്ക് ഇവർ ഉണ്ടാക്കുന്ന ചിലപ്പോൾ 300, 500, 800 കോടി രൂപയാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ എവിടെയും വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, എനിക്കതിന് കൂടുതൽ ഇതറിയില്ല. നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ നഷ്ടമാകുമ്പോഴും അവിടെ നിങ്ങളൊരു ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വ്യക്തികള് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ലോട്ടറികൾ എന്ന് പറഞ്ഞ വഴി. നമുക്കൊരു സൈഡിൽ ഒരു ചെറിയ കുഗ്രാമം ഉണ്ടെങ്കിൽ അവിടെ ഒരു 4 ലോട്ടറിക്കാർ കൂടി ചേർന്നിട്ട് അവിടെ നടത്തും. എന്നിട്ട് അതിന്റെ സമ്മാനം വിതരണം ചെയ്യൂല. ആകെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെയാണ് ഇതൊക്കെ നിരോധിച്ചിട്ട് നമ്മളുടെ കേരളത്തിൽ ഈ സർക്കാർ ഇത് ഏറ്റെടുക്കുന്നത്. അതായത് നിങ്ങൾ ഈ ചങ്ങാതിക്കുറി നടക്കുന്നത് പോലെ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള കുടുംബശ്രീയിലും മറ്റവരൊക്കെ കുറികൾ നടത്തുന്നത് പോലെ ഇവർ സമ്മാനക്കൂപ്പ് അടിച്ചിട്ട് ലോട്ടറികൾ വിൽക്കുന്നു
എടുക്കുന്നു. പരാതികളുടെ പരാതി, സ്ഥിരമായി ആളുകളുടെ പരാതി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നപ്പോഴാണ് സർക്കാർ തീരുമാനിക്കുന്നത്, സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത്, മറ്റൊക്കെ നിരോധിച്ചത്. അങ്ങനെയാണ് ഈ സർക്കാരിന്റെ ഈ ലോട്ടറി കച്ചവടം വന്നത്. ഏറ്റവും നല്ലൊരു വരുമാനം എന്നുള്ള രീതിയിൽ അത് പിന്നെ ഒരു വലിയ വരുമാനമായിട്ട് പറയും. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, കേന്ദ്ര ഗവൺമെന്റ് അല്ല, കർണാടക ഗവൺമെന്റ് എങ്ങനെയാണ് ബസ് സൗജന്യ യാത്രയ്ക്കുള്ള പണം കണ്ടെത്തിയെന്ന് ഞാൻ അറിഞ്ഞിടത്തോളം കുറെ പൈസ കണ്ടെത്തിയത് മദ്യത്തിന്റെ വില കുത്തനെ ഉയർത്തി. പക്ഷെ ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ അങ്ങനെ പറ്റില്ലല്ലോ. ഇവിടെ എത്രയോ ഉയർത്തിയിട്ട് വെച്ചിട്ടാണ് ഇത് ഇവിടുത്തെ അത്രയ്ക്കാണ് അവിടെ ഉയർത്തിയത്. പണ്ട് നമ്മൾ ആദ്യം ബാംഗ്ലൂർ പോണ കാലത്ത് നമുക്ക് വേണമെങ്കിൽ മദ്യം അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവരായിരുന്നു, കാരണം പകുതി വില ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മദ്യത്തിന്റെ വില എന്ന് പറയുന്നത് കേരളത്തിനോടൊപ്പമോ അതിൽ കൂടുതലാണ്. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക് അതിൽ കൂട്ടിയതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉള്ളത് ഇങ്ങനെ കൗണ്ടർ സബ്സിഡി കൊടുക്കാൻ വേണ്ടിയാണ്, അവർക്ക് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടാണോ കൂട്ടിയത്. നമുക്ക് എവിടെ പോയി കൂട്ടാൻ, നമ്മളിപ്പോ തന്നെ വളരെ ടോപ്പിലാണ്. അപ്പൊ അതുകൊണ്ട് പണത്തിന്റെ ഏതാ സോഴ്സ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ പെട്രോളിലോ മറ്റേതിനൊക്കെ വില 10 പൈസ 20 പൈസ കൂട്ടിയിട്ടായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ടോ. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നഷ്ടമായാലും ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ, നമുക്കത് ഉണ്ടായാൽ മതിയല്ലോ. നമുക്ക് നമ്മളൊരു പൈസ ചിലവായി പോയാൽ അതിന് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നൊരു 500 രൂപ നോട്ട് താഴെ വീട് പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല വിചാരിക്കാം, നിങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടെന്താണ്. ഈ ഒരു വ്യത്യാസം മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. അപ്പോ പത്തനാപുരം പ്രാവശ്യം ഗണേശന് വിധിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അതുപോലെ പുനലൂർ, അത് എല്ലാ കാലത്തും LDF CPI ജയിക്കുന്ന ഒരു മണ്ഡലമാണ്, അവിടെയൊന്നും വേറെ തർക്കമില്ല. അതുപോലെ തന്നെ ചടയമംഗലം, ചിഞ്ചൂറാണി മത്സരിക്കുന്നത്, ഇതൊക്കെ CPIയുടെ മണ്ഡലങ്ങളാണ്. ഇവിടെയൊന്നും ഇളക്കം തട്ടാനുള്ള യാതൊരു ലക്ഷണമില്ല. കഴിഞ്ഞ തവണ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് PC വിഷ്ണുനാഥ് എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ J മേഴ്സിക്കുട്ടി അമ്മയെ അട്ടിമറിച്ച് ജയിച്ച സ്ഥലമാണ് കുണ്ടാണ്. അത് 4523 വോട്ടിനാണ് ജയിച്ചത്. അത് ഇപ്രാവശ്യം അതിൻ്റെ ഭൂരിപക്ഷം ഒരു 20,000 ഒക്കെ ആയി മാറാൻ വേണ്ടിയിട്ട്, അതായത് PC വിഷ്ണുനാഥ് ആ സീറ്റ് നിലനിർത്തും. അതുപോലെ കൊല്ലം മണ്ഡലമാണ്. പിന്നെ നമ്മൾ കൊല്ലം മണ്ഡലം എന്ന് പറഞ്ഞാൽ മുകേഷ് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡാമേജും ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥാനാർത്ഥി ഇപ്പം CPMനെ നിർത്തിയിട്ടുള്ള S ജയമോഹനാണ്. അദ്ദേഹം പരാജയപ്പെടും, അവിടെ ബിന്ദു കൃഷ്ണ ജയിക്കുകയും ചെയ്യും. അതാണ് UDFന് കിട്ടുന്നൊരു മണ്ഡലം. പിന്നെ ഇരവിപുരമുണ്ട്. ഇരവിപുരമൊത്തൊന്നും UDF യാതൊരു സാധ്യതയും കണ്ടിട്ട് കാര്യമില്ല, അതൊന്നും ജയിക്കാൻ പോകുന്നില്ല. അതുപോലെ ചാത്തന്നൂർ ജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ എങ്കിലും കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു മാറ്റം ഈ കേരളം മാത്രമല്ല, ഈ എല്ലാ ജില്ലകളിലും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ അവസാനത്തെ ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു ആളുണ്ട്, മേയറൂട്ടി. അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ പ്രശ്നങ്ങൾ കാരണമാണ് ഈ ഒരു കോർപ്പറേഷൻ BJP എടുത്തത്. അപ്പോൾ അതിൽ ആ തർക്കമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഈ മേയറൂട്ടി അവിടെ ചെയ്ത കാര്യങ്ങൾ, ആൻഡ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ല ഇതിലെ നിയമസഭ മണ്ഡലങ്ങൾ ഇതാര് ഭരിക്കും എന്നുള്ളതിൽ എന്താണ് ഈ മേയറൂട്ടിയുടെ കാര്യം എന്ന് പറയുമ്പോൾ, ഈ ചെറിയ കുട്ടികൾ അവർക്ക് അഹങ്കാരത്തിനുള്ള ക്ലാസ് കൊടുക്കുന്ന എന്തൊരു വിഭാഗം പാർട്ടിയിലുണ്ടെന്നുണ്ട്. എന്തൊരു അഹങ്കാരമാണ് ആ ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറുടെ മുമ്പിൽ കാണിച്ചത്. അവരും ഭർത്താവും കൂടിയിട്ട് കാണിച്ചത് ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യാൻ തോന്നുന്നത്? അതും ഒരു പൊതുപ്രവർത്തകയാണെന്നുള്ള ഒരു ബോധമില്ല. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുപ്രവർത്തകയാണെന്നുള്ള ബോധം വെക്കുന്നതിനേക്കാൾ മുമ്പ് അവർക്ക് വലിയ സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഇതിനൊരു 10-25 വയസ്സൊന്നും പോരാ, ഒരു 10-30 വയസ്സെങ്കിലൊക്കെ എത്തണം മനുഷ്യന്റെ ഒരു വളർച്ച പൂർണ്ണമാവാനുണ്ടല്ലോ നമ്മുടെ. അപ്പൊ അതിന് മുമ്പ് ഇങ്ങനെയുള്ള അർഹിക്കാത്ത സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഹങ്കാര പ്രകടനങ്ങളാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് അത് BJPയിലേക്ക് അവിടുത്തെ പോയത്. ഇത് എന്താ സംഭവം എന്നറിയൂ, ഈ BJPക്ക് വോട്ട് ചെയ്ത അതേ കൈകൾ തന്നെയാണ് 3 മാസം കഴിഞ്ഞിട്ട് ഈ നിയമസഭയിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത്. അവര് ആ പാറ്റേൺ ആവർത്തിക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുക. അല്ലാതെ ഞങ്ങൾ അത് പഞ്ചായത്തിലായതുകൊണ്ടാണ് ചെയ്തതാണ്, അതുകൊണ്ട് ഞങ്ങളിനി കോൺഗ്രസിനെ വോട്ട് ചെയ്യുള്ളൂ എന്ന്, അല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്യുള്ളൂ എന്ന് ആരെങ്കിലും തീരുമാനിക്കും? ഇല്ല. അതുകൊണ്ട് വളരെ അനുകൂലമായ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജില്ലയായിട്ട് തിരുവനന്തപുരം ജില്ല മാറി. മേയറിറ്റിയുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ നന്നായിട്ടുണ്ട്.
എന്നുള്ള കാര്യത്തിൽ അത് തർക്കമില്ല. മേയറൂട്ടിയാണ് ഇത്രയും വോട്ടുകൾ BJPക്ക് വേണ്ടി പ്രവർത്തിച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുത്തത്. കൊടുക്കുന്നത് അത് ഈ LDF-ൽ നിന്നുകൊണ്ട് മേയറൂട്ടി ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് അനുകൂലമായി പോയി, കയ്യിൽ നിന്ന് പോയി, അത്രേ ഉള്ളൂ. അതായത് ബേസിക് ആയിട്ട് അവർക്ക് RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് ആയാലും BJP എന്ന് പറയുന്ന സംഘടനയ്ക്ക് ആയാലും ബേസ് റൂട്ടിൽ ആളുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭരണവിരുദ്ധ വികാരം അത് നേരിട്ട് മറ്റുള്ള ജില്ലകളിലെ പോലെ കോൺഗ്രസിലേക്ക് അല്ല പോവുക, അത് ഇവർക്കും കിട്ടുകയെ സ്പ്ലിറ്റ് ചെയ്ത് പോകും. സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന 50-50 സ്പ്ലിറ്റിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു 70-30 സ്പ്ലിറ്റ് ആണെന്ന് വെച്ചാൽ ജയിക്കാരാ BJP ആണ് ജയിക്കുക. നമ്മൾ മറ്റേ മയോറിറ്റിയുടെ ഇലക്ഷനിൽ കണ്ടത് അതാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഉള്ളൊരു സ്ഥിതി, വർക്കല പോലുള്ള സ്ഥലങ്ങളുണ്ട്, അതുപോലെ ആറ്റിങ്ങലുണ്ട്, ചിറങ്കലുണ്ട്. അവിടെ മൊത്തം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 14 മണ്ഡലങ്ങളാണ്. ഈ 14 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും LDF-നാണ് വേരുകളുള്ളത്. അത് ഇപ്രാവശ്യം LDF എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്ഥിതി ഇപ്പോൾ BJP എത്രയ്ക്ക് കയറിയാലും LDF-ന് അവിടെ ഇപ്പോഴും ജയിക്കാനുള്ള കുറേ പോക്കറ്റുകളുണ്ട്, യാതൊരു തർക്കമില്ല. കോൺഗ്രസിനാകെ അവിടെ പ്രതീക്ഷിക്കാവുന്നത് നെയ്യാറ്റിൻകര അല്ലെങ്കിൽ N ശക്തൻ മത്സരിക്കുന്നുണ്ട്, വാമനപുരത്ത് സുധീർ ഷാ മത്സരിക്കുന്നുണ്ട്, അതുപോലെ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ മത്സരിക്കുന്നുണ്ട്, CP ജോൺ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ട്, അരുവിക്കരയിൽ VS ശിവകുമാർ മത്സരിക്കുന്നുണ്ട്, കോവളത്ത് വിൻസെന്റ് മത്സരിക്കുന്നുണ്ട്. ഈ 6 സീറ്റുകളെ 14 സീറ്റ്, ഈ 6 സീറ്റിലല്ലാതെ അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രതീക്ഷയില്ല. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് BJPക്കും LDF-നും വേരുകളുള്ള ആളുകളുള്ള മണ്ഡലങ്ങളാണ് അതൊക്കെ. ഇപ്പം ഞാൻ ഈ 6 പറഞ്ഞ ഈ 6 നമ്മുടെ പ്രേക്ഷകർ തിരുവനന്തപുരത്തുള്ളവർ, ഞാൻ ഈ 6 പേർക്ക് കോൺഗ്രസ്സുകാർക്ക് പ്രതീക്ഷ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർ തന്നെ ഇത് മനസ്സിൽ പറയണ്ടാവും കിട്ടിയത് തന്നെ. കാരണം അത്രയ്ക്ക് പറയാൻ പറ്റാത്ത അത്രയ്ക്ക് BJPക്ക് ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പം നേമം എന്ന് പറയുന്ന മണ്ഡലം എടുക്കുക. നേമം എന്ന് പറയുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിനാകെ നിങ്ങളെ ആരെ പിടിച്ചു നിർത്തിയാലും കോൺഗ്രസിന് അവിടെ വോട്ട് ചെയ്യുന്നത് ഈ UDF-ന് വോട്ട് ചെയ്യുന്നത് വെറും 10 അല്ലെങ്കിൽ 10-12% ആളുകളാണ്. CPM-നുള്ള പോലെ ബേസ് അടിമകളുള്ള ഒരു പ്രസ്ഥാനമേ അല്ല ഈ കോൺഗ്രസ്. അതിന് വളരെ ആൾക്കും അനുകൂലമാണെങ്കിൽ ആളുകൾ കുറവ് വോട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ബേസായിട്ട് എന്ന് വെച്ചാൽ അവർക്ക് അടിത്തറയിലുള്ള വോട്ടുകൾ, എന്ന് വെച്ചാൽ എന്താ പറയുക, പാറ പോലെ ഉറച്ച വോട്ട് എന്ന് പറയുന്നത് വെറും 10-12% വോട്ട് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ അവിടെ നിയമത്തിലവർക്ക്. അപ്പം ഇപ്പോൾ അവിടെ അവർ സ്ഥാനാർത്ഥിനെ കൊണ്ട് നിർത്തിയുള്ളത് ശബരിനാഥാണ്. ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥ് നമുക്കറിയാലോ, അദ്ദേഹം വളരെ ജനപ്രിയനായ ഒരാളാണ്. കോൺഗ്രസ് അവിടെ ജയിക്കാനല്ല സ്ഥാനാർത്ഥികളെ നിർത്താറ്, ഞങ്ങൾ അവിടുത്തെ മത്സരത്തെ ഗൗരവമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് ആളുകളോട് പറയാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ വലിയൊരു സ്ഥാനാർത്ഥിനെ അവിടെ കൊണ്ടുപോയി നിർത്തുന്നു. വലുതെന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ ഞങ്ങൾക്ക് വളരെ വില പിടിച്ച ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ അവിടെ നിൽക്കുന്നത്, തോൽക്കുമെന്ന് ഉറപ്പോടെ മുരളീധരനെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി നിർത്തി. അത് ഇതിനു വേണ്ടിയാണ്, ഇവിടുത്തെ മറ്റുള്ള ആളുകൾക്ക് ബോധ്യപ്പെടണം അതങ്ങനെ ഈസി വാക്ക് ഓവർ BJP കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ അത് അവിടെയാണ്. അതുകൊണ്ടാണ് ഈ ശബരീശ്വരൻ ഇപ്പോൾ അവിടെ പോയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ശബരീശ്വരൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് അരുവിക്കരയാണ്, അവിടെ നിന്നാണ് അദ്ദേഹം ഈസി ആയിട്ട് ജയിക്കും. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിർത്താതെ, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തോറ്റു എങ്കിലും ഇപ്രാവശ്യം അദ്ദേഹം ഈസി ആയിട്ട് ജയിക്കുന്ന സ്ഥലം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ രാജീവ് ചന്ദ്രശേഖരനെതിരെ മത്സരിക്കാൻ കൊണ്ടുപോയി. പക്ഷെ നമ്മളൊരു സത്യം പറയാനോ, അവിടെ ജയിക്കാൻ സാധ്യത രാജീവ് ചന്ദ്രശേഖർ തന്നെയാണെന്നാണ് ഇത്രത്തോളം കാണുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ എന്താണ് ശിവൻകുട്ടിക്കൊക്കെ മനുഷ്യർ, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു മനോനില, ഈ നിയമത്തെ ഇത്രയോ എങ്ങനെയാണ് ജയിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരാൾ. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ള ഒരാളെ വേണ്ടേ മനുഷ്യൻ ജയിപ്പിക്കാൻ? നിങ്ങളേലും മോശം ആളുകളെയാണോ നിങ്ങളെപ്പോഴും പിന്തുണയ്ക്കുക? ഞാൻ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ അവിടെ അങ്ങനെ. പിന്നെ അല്ലാതെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലോ, ഈ പറഞ്ഞ നെയ്യാറ്റിൻകര, വാമനപുരം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, പിന്നെ അരുവിക്കര, കോവളം, ഈ സീറ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള സീറ്റുകൾ മുഴുവൻ. ഈ ശിവൻകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മറ്റേ വിവാദമായിട്ടുള്ള ഒരു വിവാഹം ഒന്ന് എയറിലായിട്ടുണ്ടായിരുന്നു. ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടീനെ കൊണ്ടൊന്ന് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട്, അതിപ്പോ ആ കേസ് തേഞ്ഞും മാഞ്ഞും പ്രായപൂർത്തിയായി എന്ന് പറയുന്നു, അല്ലെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ടെക്നിക്കൽ വിഷയമാണ്. വെറുതെ ഒരു കേരള സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിൽ. അതിലാണെങ്കിൽ എയർലാവും ചെയ്തു. എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറയാന്നുള്ള കാര്യമാണിത്. ശരിക്കും വെച്ചാല്
ഇതൊരു ടെക്നിക്കൽ വിഷയമല്ലേ. ആ പെൺകുട്ടിക്ക് അയാളെ ഇഷ്ടമാണല്ലോ. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നിയമമാണ്. ആ നിയമത്തിന്റെ പേരിൽ ഇപ്പൊ എന്തോരം ശിക്ഷ കിട്ടാൻ പോകുന്നുണ്ട്. ഇത്രയല്ലേ. ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് അപ്പൊ ഇതെന്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലയോ, ഇദ്ദേഹത്തിന് മന്ത്രിപ്പണി അറിയൂല. ഇദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ നിലവാരം എന്താണെന്ന് അറിയൂ. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലില് നിന്നിട്ട് അവിടെ അതില് ആ മേശമേലൊക്കെ കയറി നിന്നിട്ട് കണ്ടില്ലേ നിയമസഭ. കാരണം ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അമ്പലമല്ല അമ്പലം, അവരുടെ ശ്രീകോവിൽ എന്ന് പറയുന്നത് നിയമസഭയാണ്. ആ സാധനത്തെ അലങ്കോലപ്പെടുത്താൻ ഒരു നാണമില്ലാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നിട്ട് ജനങ്ങൾ അയാളെ വോട്ട് കൊടുത്തില്ലേ, ജയിപ്പിച്ചില്ലേ. അപ്പൊ ജനങ്ങൾക്ക് ഇപ്പൊ ഇത്ര കയറുള്ളൂ ഈ കാര്യത്തിൽ. അയാളെങ്ങനെ അപ്പൊ വെറുതെ ഇങ്ങനെ ആൾക്ക് തന്നെ തോന്നാണ് ഞാനിങ്ങനെ നടക്കുന്ന എനിക്ക് തന്നെ ആളുകൾ ജയിപ്പിക്കുന്നത്, ഈ ജനം ബ്ലഡി ഫുള്ളാണ്, ഇവർ ചിലപ്പോൾ എന്നെ ജയിപ്പിക്കും ചിലപ്പോൾ തോൽപ്പിക്കും എന്ന് പറയുന്ന പണ്ട് കോൺഗ്രസ്സിൽ ഒരാളുണ്ടായിരുന്നു, ഒരു നേതാവ് ഉണ്ടായിരുന്നു, ശങ്കരനാരായണൻ നായരുടെ മന്ത്രികളുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമാണ്, ജനങ്ങൾ ചിലപ്പോൾ എന്നെ ജയിപ്പിക്കും, എന്നിട്ട് അവർ തന്നെ പിന്നെ അഴിമതിക്കാരെന്ന് പറഞ്ഞ് തോൽപ്പിക്കും, എന്നിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ എൻ്റെ വീട്ടിൽ ജയിപ്പിക്കും, ബ്ലഡി ഫുൾ ജനത പറയാണ്. അതുപോലെ കരുതുന്ന ഒരാളാണ് ഈ ശിവൻകുട്ടി. ജനങ്ങളെ പറ്റി കരുതുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇനിയും ചിലപ്പോൾ ജയിപ്പിക്കും. ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ലേശം ഈ ത്രികോണ മത്സരം വരുമ്പോൾ ആരാണ് ജയിച്ചു കയറുക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ കഷ്ടകാലത്ത് അങ്ങനെ ജയിച്ചാൽ ആൾക്ക് എന്താ തോന്നുക, ഈ ബ്ലഡി ഫുൾ ജനം ഇനി എന്നെ ജയിപ്പിച്ചു. ഇതാണ് ഇവർക്ക് ഉണ്ടാവാൻ തോന്നുന്നത്. പിന്നെ ഈ നമുക്ക് കാത്തിരിക്കുന്ന ഒരു വിജയം എന്ന് പറയുന്നത് സി പി ജോണിന്റെ തന്നെയാണ്. സി പി ജോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ SFIയിലൊക്കെ വരുമ്പോൾ എൻ്റെ നേതാവായിരുന്നു സി പി ജോൺ. അദ്ദേഹം അന്ന് സംസ്ഥാന പ്രസിഡന്റ് ഓവറൊക്കെയായി. അദ്ദേഹം ആ കാലത്ത് MP രാഘവൻ ഒരു ബദൽ രേഖ ഉണ്ടാക്കിയിരുന്നു അവിടെ. അത് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഉള്ളിൽ അതിശക്തനായ ഒരു നേതാവായിരുന്നു ഈ MP രാഘവൻ. അദ്ദേഹം ഒരു ബദൽ രേഖ ഉണ്ടാക്കി. ബദൽ രേഖ വേറെ ഒന്നുമല്ല, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ മുസ്ലിം ലീഗുമായിട്ടൊക്കെ കൂട്ടുകൂടണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അത് പാർട്ടിയുടെ അതൊരു ഗ്രൂപ്പ് പ്രവർത്തനമായിട്ട് പാർട്ടി വിലയിരുത്തുകയും പിന്നീട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ MP രാഘവനെ പുറത്താക്കി. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം പുറത്തു പോയ ഒരു നേതാവാണ്. അതിനുശേഷം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല. അദ്ദേഹം നിന്ന ഒരു ഇലക്ഷൻ അദ്ദേഹം പരാജയപ്പെട്ടു പോയി, കുറച്ചൊട്ടിനെ അദ്ദേഹത്തെ തോൽപ്പിച്ചു. പിന്നെ ആൾ പ്ലാനിംഗ് ബോർഡിലൊക്കെ നിന്നിട്ട് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ നല്ല എഴുത്തുകാരനാണ്, കമ്മ്യൂണിസത്തെ പറ്റി നല്ല ധാരണയുണ്ട്. മൂലധനം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിന്റെ ഗ്രന്ഥം പരിഭാഷപ്പെടുത്താൻ അത്ര വിവരമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ രീതിയിൽ പിന്നെ അതുപോലെ വലിയ തരത്തിലുള്ള പാർട്ടിയുടെ വിലക്കുകളൊക്കെ ലംഘിച്ചുകൊണ്ട് പാർട്ടി മതഭേദമന്യേ അദ്ദേഹത്തിന് സുഹൃത്തുക്കളും സാഹിത്യകാരന്മാരുള്ള ബന്ധങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പൊ നിൽക്കുന്ന മണ്ഡലം തിരുവനന്തപുരം. അദ്ദേഹം ഷുവർ പാസ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അത് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു, ജനങ്ങളല്ല ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളൊക്കെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ്. വിജയം പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ പറയാം. വ്യക്തിപരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ പിന്നെ ഉള്ള മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുന്നത് അധികവും CPM ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ BJPക്ക് ഭയങ്കര സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ കഴിഞ്ഞ തവണ BJP ആണ് മറ്റേ എന്താ പറയുക ഏറ്റവും അടുത്ത എതിരാളി എന്ന് പറയില്ലേ, 31,636 വോട്ടിന് പിറകിൽ വന്നത്. കോൺഗ്രസ് അല്ല. അപ്പൊ അവിടെയൊക്കെ വീണ്ടും അവർക്ക് കയറി വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു തമാശ, രാഷ്ട്രീയ തമാശ ഇതിൽ കാണാം. രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞൊരു അറിയാലോ, MP ഉണ്ടായിരുന്നല്ലോ. അവര് ചേലക്കരയിൽ നിന്ന് തോറ്റു. പിന്നെ അവര് സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ചേലക്കരയിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് എന്താ പറയുക വാശി പിടിച്ചിട്ട് ഈ രമ്യ ഹരിദാസ് ചിറയൻകീഴി പോയിട്ട് മത്സരിച്ചു. അപ്പൊ ചിറയൻകീഴിൽ സീറ്റ് പിടിച്ചപ്പോൾ അവിടെ അതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരൻ പോയിട്ട് BJPക്ക് പോയിട്ട് BJPയിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അവിടെ BJP സാധ്യതയുള്ള ഒരു സീറ്റായിട്ട് അവരും കണക്കാക്കുന്നു. അപ്പോ BJPക്ക് സാധ്യത വർദ്ധിപ്പിക്കുകയാണ് അവിടെ ചെയ്തുള്ളത്. അപ്പൊ ചിറയൻകീഴ് മണ്ഡലത്തിൽ എന്നാൽ BJP ജയിക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഇല്ല. എന്നാൽ BJP ജയിക്കാവുന്ന സാഹചര്യമുള്ള കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്. അവിടെ കടകംപള്ളി സുരേന്ദ്രനാണ് നിൽക്കുന്നത്, അറിയാലോ സുരേന്ദ്രൻ. അപ്പൊ സുരേന്ദ്രനെതിരെ വലിയൊരു വികാരം ഉണ്ട്. അവിടെ മുമ്പ് ശോഭ സുരേന്ദ്രൻ നിന്നിട്ടുണ്ട്. ശോഭ 23,000 വോട്ടിനാണ് അന്ന് തോറ്റിട്ടുള്ളത്. ഇപ്രാവശ്യം കോൺഗ്രസിന്റെ സ്ഥാനത്ത് T ചരചന്ദ്ര പ്രസാദ് പഴയൊരു തുർക്കിയാണ്. പക്ഷെ V മുരളീധരൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിന്റെ അവിടെ
BJP തന്നെയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. വി മുരളീധരൻ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അപ്പൊ BJPയുടെ ഒരു മാർക്കാണത്. വട്ടിയൂർക്കാവിലെ സ്ഥിതി ഇത് തന്നെയാണ്. മൂന്ന് പാർട്ടികൾക്കും സാധ്യതയുള്ളതാണ്. പക്ഷേ മുരളീധരനാണ് അവിടെ മികച്ചു നിൽക്കുന്നത് എന്ന് മാത്രം. പിന്നെ മറ്റുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അരുവിക്കരയിലെ കാര്യം നമ്മൾ സൂചിപ്പിക്കണം. അരുവിക്കര കോൺഗ്രസ് ജയിക്കുമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇനി പിന്നെയുള്ളത് BJPക്ക് സാധ്യതയുള്ളത് കാട്ടാക്കടയാണ്. ഈ കാട്ടാക്കടയിൽ ഇപ്പോഴും IB സതീഷ് എന്ന് പറഞ്ഞ CPMന്റെ സ്ഥാനാർത്ഥിനെയാണ് മത്സരിക്കുന്നത്. പക്ഷെ അവിടെ കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കൃഷ്ണദാസ് ഒരു നടനാണ്, അദ്ദേഹമാണ് നിൽക്കുന്നത്. അദ്ദേഹമാണെന്ന് തോന്നുന്നു, ഞാൻ കൃഷ്ണദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷമായിട്ട് വന്ന ആളാണ് അവിടെ, അതായത് ആൾ തോറ്റ സ്ഥാനാർത്ഥി ആളാണ്. കോൺഗ്രസ് 3ാമതായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള സ്ഥിതി. അപ്പോൾ കോൺഗ്രസിൻ്റെ അത്രയധികം സീറ്റുകളൊന്നും കിട്ടാത്ത ഒരു മണ്ഡലമാണ്. എന്നാലും കുറച്ച് സീറ്റുകളൊക്കെ കിട്ടാം. പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഈ 14 മണ്ഡലങ്ങളും കൂടി സഞ്ചരിക്കുമ്പോൾ എത്ര സീറ്റ്, എങ്ങനെയായിരിക്കും റിസൾട്ട് എന്ന് പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ കേരളത്തിൽ തീവ്രത കൂടിയ ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിൽ 110 പേർ സീറ്റ് UDF കിട്ടാം. തീവ്രത കൂടിയ ഈ പ്രയോഗം നിങ്ങൾക്ക് അറിയാലോ. തീവ്രത കുറഞ്ഞ തരംഗമാണെങ്കിൽ അത് 100 സീറ്റിൻ്റെ ഉള്ളിൽ നിൽക്കും. പക്ഷേ ചെറിയൊരു ഭരണവിരുദ്ധ തരംഗമുള്ളതായിരിക്കും, അപ്പോൾ 75 സീറ്റ് UDF കിട്ടും. പക്ഷെ വേറൊരു സാധ്യത കൂടി നമ്മളിവിടെ കാണുന്നുണ്ട്. കുറേ മനുഷ്യർ അവർ ചിന്തിക്കുകയാണ്, LDF ആയാലും കുഴപ്പമില്ല, ആര് ഭരിച്ചാലും കുഴപ്പമില്ല, UDF ഭരിച്ചാലും കുഴപ്പമില്ല, നമ്മൾ പണി ചെയ്താൽ വേണം നമുക്ക് ജീവിക്കാൻ, ആരെങ്കിലുമൊക്കെ ഭരണത്തിൽ വന്നോട്ടെ എന്ന ഒരു മനോഗതിയിലാണ് മനുഷ്യർ വോട്ട് ചെയ്യാൻ പോയതായിരിക്കുക. അപ്പോൾ LDF തന്നെ അവിടെ അധികാരത്തിൽ വരും. ഞാൻ പറഞ്ഞില്ലേ, നാല് സാധ്യതകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് ഇന്നാള് ഈ വിരുദ്ധ തരംഗം ഉണ്ടെങ്കിൽ ജയിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ സംസാരിച്ചത്. പക്ഷേ ഇങ്ങനൊരു തരംഗം ഇല്ല. നമ്മൾ വിചാരിക്കുകയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഈ കാലത്തേറ്റ് നമ്മൾ പോളിംഗ് ബൂത്തുകളിൽ കണ്ട ക്യൂ, ഉച്ചവരെ ഉണ്ടായിട്ടുള്ള ക്യൂ, ഇത് മുഴുവൻ ഈ 2 തവണ ഭരിച്ച പിണറായി വിജയന് അനുകൂലമായി ചിന്തിക്കുന്നവർ വന്നിട്ട് ആദ്യ വോട്ടയിൽ നിന്നതാണെങ്കിൽ ഒരു തരംഗവും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ വെറുതെ ഒരു തണുത്ത പ്രതികരണമാണെന്ന് വെച്ചാൽ ആൾക്കാർ LDF ആയാലും എന്താ, UDF ആയാലും എന്താ, നമ്മൾ പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്ന രീതിയിലുള്ള ഒരു അപ്പൊളിറ്റിക്കൽ രീതിയിലാണ് ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഗുണം ചെയ്യുക ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്കാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇവിടെ ഒരു തീവ്രത കൂടിയതായാലും കുറഞ്ഞതായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. അതിവിടെ വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്നതിൽ പല LDF കോട്ടകളും തകർന്നടിയും. 100 സീറ്റ് ഇവിടെ കിട്ടുകയാണെങ്കിൽ, UDFന് കിട്ടുകയാണെങ്കിൽ ഒരു തർക്കവും ഇല്ലാതെ സതീശൻ മുഖ്യമന്ത്രിയാവും. 75 സീറ്റ് കിട്ടിയാണ് അദ്ദേഹം ജയിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരുപാട് അടി നടക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നല്ല പൊരിഞ്ഞ അടി നമ്മൾ മലയാളികൾ കാണാൻ പറ്റും. ഭയങ്കര ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി UDF ജയിച്ചാൽ ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം അവിടെ നടന്നിട്ടില്ല. അപ്പൊ അവിടെ ഇപ്പൊ തന്നെ തീരുമാനിക്കാൻ പറ്റാത്തത്രയും അടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ കാണാനായിട്ട് സ്വാഭാവികം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഏകാധിപത്യ നമ്മുടെ മനസ്സുകളെ അങ്ങനെ ആക്കി മാറ്റിയതാണ്. ശരിക്കും ഇങ്ങനെ ഉണ്ടാവേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും 130 പേര് നിങ്ങൾ ജയിച്ചു, അല്ലെങ്കിൽ 110 പേര് ജയിച്ചു. ഈ 110 പേർക്ക് മുഖ്യമന്ത്രിയാവാനുള്ള അർഹതയുണ്ട് എന്നുള്ള തോന്നലിലാണ് സമത്വം നിൽക്കുന്നത്. നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാൻ തോന്നണം. ഏതൊരാൾ അവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് എന്താണ് അവിടെ തന്നെ നിങ്ങൾക്ക് മാത്രം ആ സീറ്റിന് എന്താണ് അർഹത? ഡെമോക്രസിയിൽ അങ്ങനെ വല്ലതും ഉണ്ട്? പിണറായി വിജയൻ മാത്രം മുഖ്യമന്ത്രിയാവണം, ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ചോദ്യം ജനാധിപത്യത്തിൽ ഇല്ല. കോൺഗ്രസ് കുറേയും കൂടി തുറന്ന സമീപനമുള്ള പാർട്ടിയായതുകൊണ്ടാണ് അവിടെ ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ ആവണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടുപിടിക്കൂ എന്നല്ല നമ്മൾ പറയേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വിപ്ലവ സാഹചര്യത്തിൽ എങ്ങനെ ഒരു പാർട്ടി പ്രവർത്തിക്കണം അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പട്ടാളത്തിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിയാണ് അത്. ഡെമോക്രസിയിൽ ആവശ്യമില്ല. ഡെമോക്രസിയിൽ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് നമുക്കൊരു രൂപരേഖയുണ്ട്. ബാക്കി നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് പിന്നീട് ഉണ്ടാക്കാൻ കഴിയും
ഇങ്ങനെ ഒരു സാധ്യതയുള്ള ഒരു വ്യവസ്ഥയാണ്. അങ്ങനെയുള്ളടത്ത് ഇത്രയും മിലിറ്ററി ചിട്ടയൊന്നും ആവശ്യമില്ല. സതീശനാവുന്ന സതീശനാവണമെന്ന് പറയുന്നു. എന്താ എനിക്ക് യോഗ്യതയില്ലേ? ഞാൻ ചോദിക്കുന്നു, എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ജയിച്ചു വന്ന ആൾക്കാരോട്, എനിക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ 4 ആൾ പിന്തുണയ്ക്കൂ എന്നും നമ്മൾ പറയുന്നു. എന്തിനാ സതീശനെ പഠിക്കേണ്ട കാര്യം? രമേശ് ചെന്നിത്തലയ്ക്ക് എന്തിനാ സതീശനെ പഠിക്കേണ്ട കാര്യം? സീനിയർ അല്ലേ, അയാൾക്ക് ചോദിച്ചൂടെ? അപ്പോൾ ആ സമയത്തുണ്ട് വേറെ ഒരാള് പാരച്ചൂട്ടി വന്ന് ഇറങ്ങിയിട്ട് പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയാവും. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതിനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണണം. അങ്ങനെ ആയിരിക്കണം പാർട്ടികൾ. നമുക്ക് ഇടപെടാൻ തോന്നാം. നമുക്ക് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓടിച്ചെല്ലാൻ തോന്നണം അയാളുടെ അടുത്ത്. അയാൾക്ക് നമ്മുടെ ഷോൾഡറിൽ കൈവയ്ക്കാൻ തോന്നണം. തീർച്ചയായിട്ടും അങ്ങനെ തോന്നണം. നമ്മുടെ കുട്ടികൾക്ക് തോന്നണം ഇയാളുടെ അടുത്തേക്ക് എനിക്ക് കാര്യത്തിന് വേണ്ടി ചെല്ലാം എന്ന് എനിക്ക് തോന്നണം. അയാൾ ഒരിക്കലും കടക്ക് പുറത്തൊന്നും പറയില്ല എന്ന്, നീ വീട്ടിൽ പോയി പറയണമെന്ന് പറയുന്നില്ല എന്ന് തോന്നണം, മനുഷ്യർ തോന്നണം. അങ്ങനെയുള്ളൊരു ബദൽ ഒരു കൾച്ചറാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ കോൺഗ്രസിന്റെ ഉള്ളിലുള്ള സംസ്കാരത്തെ നമ്മൾ ജനങ്ങൾ വളർത്താണ് വേണ്ടത്. മറ്റ് CPM-ന് അതുപോലെ ആവണം എന്ന് പറയുന്നത്. CPM-ന് അങ്ങനെ ആയാൽ അതൊരു ഡെമോക്രാറ്റിക് പാർട്ടിയായിട്ട് മാറ്റുകയാണ് വേണ്ടത്. ഇതുപോലെ ഇരുമ്പ് പറ മുഴുവൻ പൊളിച്ച് കളഞ്ഞിട്ട് എല്ലാവർക്കും അഭിപ്രായം പറയാൻ കഴിയാവുന്ന, ഇതുപോലത്തെ വലിയേട്ടന്മാരില്ലാത്ത, പിതൃസ്വരൂപങ്ങളില്ലാത്ത, ഏകാധിപതികളില്ലാത്ത ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടിക്ക് മാറാൻ കഴിയില്ല എന്നാണ് ഇതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭവങ്ങൾ പറയുന്നത്. പക്ഷെ കഴിഞ്ഞാൽ ഈ BJP പോലുള്ള പ്രസ്ഥാനത്തെ ഇവിടെ ഒരിക്കലും വളരാത്ത, അവർക്ക് ഒരിക്കലും പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടില്ല. ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സാഹിത്യകാരന്മാരെയൊക്കെ നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ബുദ്ധിജീവികളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കേട്ടില്ല. അവരെ പോലെ മനുഷ്യാവകാശങ്ങൾ പറയാനൊന്നും മനുഷ്യരില്ല. അവരെ പോലെ അറിയുന്ന ആളുകളിൽ ഇതിനെ പറ്റിയിട്ട്. പക്ഷെ അവർ ഭരിക്കുമ്പോൾ ഇതൊന്നും ബാധകമല്ല. ഇത് മാറി. അവരൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ കടന്നു പോയാൽ ഏറ്റവും നല്ല പാർട്ടിയായിട്ട് അവർക്ക് മാറാൻ കഴിയും. തീർച്ചയായിട്ടും കഴിയും. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഇലക്ഷൻ കോമഡികൾ കൂടെ കാണാം. അപ്പോൾ ഈ അഖിൽ മാരാർ ഈ ബിഗ് ബോസിലൊക്കെ പോയിട്ടുള്ള ഫിലിം പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. BJPക്ക് വേണ്ടിയിട്ട് NDAക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിയുടെ വിവാദമായിട്ടുള്ള 1-2 തമാശകൾ, കോമഡി, ഒരു പ്രോമാക്സ് കോമഡി നമുക്ക് കേൾക്കാം. അതിൽ പുള്ളി പറയുന്നത് ഒരു സ്ത്രീവിരുദ്ധ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സംഭവം ഇതാണ്: പ്രസവം വളരെ സുഖകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള കാര്യം. പ്രസവം എങ്ങനെയാണ് ഒരു സുഖകരമായിട്ടുള്ള ഒരു കാര്യമാകുക? അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താ ഉദ്ദേശിച്ചത്? പ്രസവം ഒരു സുഖകരമായിട്ടുള്ള ആയിരുന്നു, ആശുപത്രിക്കാരൊക്കെ കൂടിയിട്ട് അത് കോംപ്ലിക്കേറ്റഡ് ആക്കിയെന്നാണ്. അതെ, അങ്ങനെയാണ്. അതാണ് ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ പോയി അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. പണ്ട് ഈ ചികിത്സയ്ക്ക് ഒരു ആശുപത്രി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സുഖപ്രസവങ്ങളിൽ തന്നെ പല അമ്മമാരും കുഞ്ഞുങ്ങളും മരണപ്പെട്ടിട്ടുള്ള ചരിത്രം നമ്മുടെ ജനതയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള സമയത്ത് പോലും ഇപ്പോൾ ഈ പുള്ളിക്കാരൻ പറയാണ്, അന്ന് ആ മരണങ്ങളൊക്കെ സംഭവിച്ചത് അവിടെ ചികിത്സാപ്പിഴവ് മൂലമാണ്, അവിടെ ആവശ്യത്തിന് ചികിത്സ ഇല്ലാത്തത് മൂലമാണ് ഈ വീട്ടിൽ പ്രസവിച്ച് മരിക്കുന്നതും, അമ്മ മരിക്കുന്നു, കുട്ടി മരിക്കുന്നു. ഇതൊക്കെ അതൊരു കോമൺ തിങ് ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അന്നത്തെ കാലത്ത് ആരോഗ്യമുണ്ട്, ഇപ്പുറത്ത് പോയി ഒരലിൽ കുത്തുന്നു, അപ്പുറത്ത് പോയി പ്രസവിക്കുന്നു. ഈ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരലിൽ കുത്തു, ഇപ്പുറത്ത് ഒരലിൽ കുത്തി അപ്പുറത്ത് പോയി പ്രസവിക്കുമ്പോഴും അവിടെ ഒരു 10 പ്രസവം നടക്കുമ്പോൾ ഒരു 4-5 എണ്ണമൊക്കെ മരിക്കുന്നുമുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് തന്നെയാണ് ജനിക്കുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർ, അവരുടെ അമ്മമാരൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ മുത്തശ്ശിമാർ, അവരൊക്കെ കുറേ പ്രസവിച്ചിട്ടുണ്ടാവും. അതിലിപ്പോഴും ഒരു 3, 4, 5 മക്കളൊക്കെ അവർക്ക് മരണപ്പെട്ടിട്ട് ജനിക്കുക, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം മരണപ്പെടുക, ഇതൊക്കെ ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ഒരു പ്രസവം സുഖകരമാണ് എന്ന് പറയാനുള്ള ഒരു തോലിക്കട്ടി ആള് ഇന്നത്തെ ഈ ജെൻസി തലമുറയുടെ മുന്നിൽ വന്ന് കാണിച്ചു. എന്നിട്ട് സ്വയം അങ്ങ് കോമാളിയായി. ഒരു വിലയും നിലയൊക്കെ ഉണ്ടായിരുന്നു ആ ബിഗ് ബോസ് എന്ന് വന്ന സമയത്ത്. ഒരു നിലപാടിൻ്റെ മരമായി അഖിൽ മാരാറിനെ കണ്ട ഒരു കൂട്ടം ആളുകൾക്ക് ഇപ്പോൾ അഖിൽ മാരാർ ഒരു നിലപാടില്ലാത്തവനും കോമഡികൾ മാത്രം, വാതർന്ന മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയുമായി മാറി. ചിലപ്പോൾ ഇദ്ദേഹം ഇപ്പം മെച്ചപ്പെട്ട കുറേ ആൾക്കാരുണ്ടല്ലോ, കുറേ കാര്യങ്ങൾ കൊണ്ട് മെച്ചപ്പെട്ട ആളുകളുണ്ട്. പണ്ട് ബലാത്സംഗം നല്ല സുഖമുള്ള, സ്ത്രീകൾക്ക് സുഖമുള്ള കാര്യമാണെന്ന് പറഞ്ഞു നടന്നിരുന്ന ആളായിരിക്കാം. അപ്പോൾ ഇപ്പൊ അത് മാറിയല്ലോ. ഇപ്പൊ അത് പ്രസവമാണ് സുഖത്തിലേക്ക് എത്തിയല്ലോ. അപ്പൊ വളർച്ചയാണ്. ഇവരെ പോലുള്ള ആളുകളോടൊന്നും മറുപടി പറയുക പോലും നമുക്ക് സമയമില്ല എന്നുള്ളതാണ് സത്യം.
പിന്നെ BJP പ്രാവശ്യം നിർത്തിയിരിക്കുന്ന ഇതുപോലെ മണ്ടത്തരങ്ങൾ മാത്രം പാതർന്ന പറയുന്ന കുറച്ച് കാൻഡിഡേറ്റ്സിനെയാണ്. അത് അവർക്ക് സ്ഥിരമായിട്ട് അവരുടെ കൂടെ അത് ഇവരുടെ ഒരു പണ്ട് ഉള്ളിസുരി ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതിൽ അഞ്ജലി നായർ, പുള്ളിക്കാരിയുടെ അഞ്ജലി എന്ന പേരിന് പുറകെ നായർ എന്ന് ചേർക്കണം പറഞ്ഞിട്ടൊരു ഹർജി നൽകി. എനിക്ക് നിങ്ങൾ ഈ മതം നിങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെ പുള്ളിക്കാരി എന്നെ സ്വയം പറയുന്നത്, എന്റെ നാട്ടുകാരെ എന്നെ മന്ത്രി എന്നാ വിളിക്കുന്നത്, ഓ ഇപ്പൊ തന്നെ മന്ത്രി ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മന്ത്രി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. വിച്ച് മീൻസ് ഇത് അത്രയും ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ബിഹേവിയർ ആണ്. ഇവര് ഈ പശുവിന്റെ ഈ ചാണകം ഉണ്ടല്ലോ, ഇത് ഇവര് ഒരു ഔഷധ ഗുണമുള്ള സാധനമാണെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നുണ്ട്. ചാണക സംഖ്യകൾ എന്നൊക്കെ പറയാം. ഇതിന്റെ പ്രശ്നമാണിത്. ഇത് ആ സാധനം നിർത്തുക. പൊറോട്ട കഴിച്ചാൽ പോലും കുഴപ്പമില്ല, ഈ സാധനം ഇത് മിക്സ് ചെയ്ത് കഴിക്കുക. ഇത് നല്ലതാന്ന് പറഞ്ഞ് കഴിക്കുകയാണ് ദിവസവും, ആരോഗ്യത്തിന് നല്ലതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് ഇവരുടെ പ്രശ്നം. ഇത് എനിക്ക് തോന്നുന്നത് ഗവേഷണങ്ങൾ എത്ര നടന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇത് തലച്ചോറിനെ ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. ഇതൊരു പകർച്ചവ്യാധിയാണോ എന്ന് എനിക്കും സംശയമുണ്ട്. ഇത് പകരുന്നുണ്ട്. BJPയിലെ NDA കാൻഡിഡേറ്റ്സിന് പലർക്കും ഈ ഒരു രോഗം പകരുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇലക്ഷൻ എടുത്തിട്ട് കുറേ റീൽസ്, കുറേ ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ പല പല പാർട്ടിക്കാരും മുന്നേ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും എല്ലാം പുറത്തു വന്നു. ജനങ്ങളെല്ലാം കണ്ടു. ഇതെല്ലാം ജനങ്ങൾക്കെല്ലാം തന്നെ ഒരു കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ മത്സരിച്ചിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം.